ഹലോ മക്കളെ, വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റീക്രിയേഷൻ വേർഷൻ ആയിട്ടാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്ക് റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ബേസിക് രീതികൾ തന്നെയാണ് മാത്യൂസ് കേക്കിനും ഉള്ളത്. അപ്പോൾ ഞാനിവിടെ മൈദ അരക്കപ്പ് എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ, സോൾട്ട് 2 പിഞ്ച്, പിന്നെ കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊരു 3 തവണയൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 3 തവണ അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ഒന്ന് മിക്സായി കിട്ടും. എന്നിട്ടൊരു വിസ്ക് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നല്ലോണം ചേർന്ന് മിക്സായി വരാനാണ്. ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു റിബൺ കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ബീറ്റർ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, വിസ്ക് വെച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എന്താണ് മാത്യൂസ് കേക്ക് എന്ന്. സോ ഞാൻ ഈ ഇടയായിട്ടൊന്ന് കഴിച്ചു നോക്കി, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ. സോ അതിൻ്റെ ഒരു റീക്രിയേഷൻ വേർഷനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ അത്രയും ടേസ്റ്റിലൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഏകദേശം 1993 തുടങ്ങി സ്റ്റിൽ ഇപ്പോൾ വരയ്ക്കും അവർ മാത്യൂസ് കേക്കിൻ്റെ ട്രേഡ് മാർക്ക് ഇനിയും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാകും. എന്നാലും ഞാൻ കഴിച്ച ഒരാളെന്ന നിലയിൽ അതൊരു റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ ബാറ്റർ ഒരു 80% നല്ല ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എഗ്ഗെല്ലാം നല്ല ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്നിച്ചിടരുത്. ഞാനിവിടെ ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടുന്ന പഞ്ചസാര മൊത്തം ആയിട്ട് അലിഞ്ഞ് കിട്ടണം. നമ്മൾ അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഗ്രാനുലേറ്റഡ് ഇടുന്നതിന് പകരം നമുക്ക് പൗഡർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇട്ട പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് തൈരാണ്. ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ 1 ഡയറക്ഷനിലോട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എയർ ബബിൾസ് ഫോമായി കേക്ക് ഉണ്ടായി കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിൽ കുറേ ഓട്ടകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം 1 ഡയറക്ഷനിലേക്ക് നമ്മൾ ഇളക്കാനായിട്ട്. അടുത്ത് നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറൊക്കെ നല്ലോണം മിക്സായി വരണം. അപ്പോൾ ഞാനിവിടെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ല ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുലയോ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം 1 ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ കേക്കിൻ്റെ കൺസിസ്റ്റൻസി അല്ല, ഇത് കുറച്ച് തിക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു സ്പാറ്റുല വെച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് വിടാം. 180 ഡിഗ്രി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 15 to 20 മിനിറ്റ്സ് മതിയാവും. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം കേക്ക് ആയോ എന്ന്. ഒരു ടൂത്ത് പിക്ക് വെച്ച് കേക്കിൻ്റെ നടുഭാഗത്ത് കുത്തി നോക്കി കഴിഞ്ഞാൽ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് ആയി എന്നാണ് അർത്ഥം.
ഇനി നമുക്ക് കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാനുള്ള ക്രീം ഉണ്ടാക്കാം. സാധാരണ ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് മെത്തേഡാണ്. അതിനു വേണ്ടി ബട്ടർ 25 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടി നമുക്ക് ഷുഗറോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ യൂസ് ചെയ്യാം. ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. കാരണം അത് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ബ്ലെൻഡായി കിട്ടും. ഇപ്പം നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ബട്ടർ ക്രീം നല്ലോണം ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആട്ടോ കേക്ക്. ഇനി ഇതിൻ്റെ മേലോട്ട് നമുക്ക് ക്രീം ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ക്രീം എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു തിൻ ലെയർ മതി. നല്ല ഹാർഡായിട്ടുള്ള ലെയർ നമുക്ക് ആവശ്യമില്ല. തിന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മാത്യൂസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ല വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിനുള്ളിൽ വെക്കാം. ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം മൂടി വെച്ചിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ കഴിക്കാൻ പോവാണ്. നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല സോഫ്റ്റാണ്, ഹാർഡേ അല്ല ഇതിൻ്റെ സ്പോഞ്ച് എന്ന് പറയുന്നത്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.